പി ജയരാജനെ പാർട്ടി ശരിക്കും ഒതുക്കി നിർത്തുകയാണോ? അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഒരു സെക്രട്ടറി ആവാനുള്ള ഒരു നല്ല കരുത്തുള്ള നേതാവ് നമ്മളെ CPM ഉണ്ടാവണം. ഇപ്പം അതില്ല എന്നുള്ള ഒരു വലിയ പോരായ്മ തന്നെയാണ്. അത് വലിയൊരു സംഭവമാണ് TP ചന്ദ്രശേഖരൻ്റെ സംഭവം. ആ സംഭവം പാർട്ടിക്ക് ഉണ്ടാക്കിയ ഡാമേജ് ചെറുതല്ല, ഇപ്പോൾ പരിഹരിക്കാൻ കഴിയില്ല. ഗോവിന്ദ മാസ്റ്റർ കാലത്ത് ആരംഭിച്ചു എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ ഒരു കള്ളാസിലേ ഉള്ളൂ പലതും. നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് തളിപ്പറമ്പിൻ്റെ MLA TK ഗോവിന്ദൻ മാസ്റ്ററാണ്. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് സ്വാഗതം. TK ഗോവിന്ദൻ MLA. പി ജയരാജനെ പാർട്ടി ശരിക്കും ഒതുക്കി നിർത്തുകയാണോ? അത് എല്ലാവർക്കും ഒരു സംശയമാണ്. പി ജയരാജൻ പക്ഷേ അദ്ദേഹത്തെ എങ്ങനെ ഒതുക്കി നിർത്തുന്നുണ്ടോ പാർട്ടി? ഇല്ല, അങ്ങനെ അദ്ദേഹത്തെ എന്താ ഒതുക്കേണ്ടത്? അദ്ദേഹം ഇപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പറല്ലേ. അദ്ദേഹത്തിന് എല്ലാ പരിഗണനയും പാർട്ടി കൊടുത്തിട്ടുണ്ടല്ലോ. എന്താ ഞാനും അയാളും ഒരേ സമയത്ത് സെക്രട്ടറി ആയിരുന്ന ആളല്ലേ. കൂത്തുപറമ്പിലും NC എടുത്ത് ഞാനും ഒരേ കാലഘട്ടത്തിൽ സെക്രട്ടറി ആയിരുന്നല്ലേ. അയാൾക്ക് എന്തെല്ലാം 2 തവണ MLA ആയി, സംസ്ഥാന കമ്മിറ്റിയായി, ഏതെല്ലാം പരിഗണന കിട്ടിയിട്ടുണ്ടായത്? അയാൾ RSന്റെ ആക്രമണത്തിന് ഇരയായി എന്നുള്ളതുകൊണ്ടല്ലേ ഇതെല്ലാം പരിഗണന അയാൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അത് കിട്ടിയിട്ടുണ്ടല്ലോ അയാൾക്ക്. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പി ജയരാജനെ, അതായത് വടകരയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, തോറ്റു, അദ്ദേഹത്തെ മാറ്റി. പക്ഷേ അത് മറ്റ് ആളുകളെ ആ രീതിയിലേക്കാക്കിയില്ല. അപ്പോൾ പി ജയരാജനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ അന്ന് പാർട്ടി എടുത്ത തീരുമാനം തന്നെയായിരുന്നു. അത് RSSന്റെ എന്തെങ്കിലും ഒരു ഇടപെടൽ അതിനുണ്ട്? അത് ശരിയായില്ല എന്നുള്ള അഭിപ്രായം അന്നും എനിക്കുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, മത്സരിച്ച് തോറ്റ ആളെ വീണ്ടും സെക്രട്ടറി ആക്കുന്നു. അങ്ങനെ ആക്കുന്നില്ലെങ്കിൽ ആരെയും ആക്കാൻ പാടില്ല. ചില ആളെ വീണ്ടും സെക്രട്ടറി ആക്കുന്നു. പി ജയരാജനെ അത് ബാധകമല്ല. പി ജയരാജൻ അത് തോറ്റു, പിന്നീട് സെക്രട്ടറി ആക്കില്ല. വേറെ പുതിയ സെക്രട്ടറി സ്ഥിരമായി സെക്രട്ടറി തിരഞ്ഞെടുത്തു. വാസവൻ, അതുപോലെ മറ്റ് കുറേ ആളുകളുണ്ട്, ജോയി, കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെ എന്താക്കി? സെക്രട്ടറി ആക്കി. ഇത് പാർട്ടിക്കകത്തുള്ള ഒരു അനീതിയാണ്, ഡിസ്പാരിറ്റി, അനീതിയാണ്. അത് ജയരാജനോട് അങ്ങനെ കാണിക്കാൻ എന്താണ് കാരണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അതിനൊരു ശരിയായിട്ടില്ല. പിണറായിയും പി ജയരാജനും ഏതെങ്കിലും ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നങ്ങളും ഉണ്ടോ? ശരി, അത് എനിക്കതിൽ അറിവില്ല, അങ്ങനെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ പിണറായി ജയരാജനുമായിട്ട് അങ്ങനെ വല്ലതും ഉണ്ടെന്ന് എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല. എന്തോ ഉണ്ടാവാം. ഈ RSSന്റെ ഒരു സമ്മർദ്ദം അതിൽ ഉണ്ടായിട്ടുണ്ടാവുമോ? RSSന്റെ ഒരു സമ്മർദ്ദത്തിന്റെ പരമായിട്ടായിരിക്കുമോ പി ജയരാജനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? അല്ല, എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. പാർട്ടിയിൽ പി ജയരാജൻ വീണ്ടും വന്ന് സെക്രട്ടറിയായി ഉയർന്നു വരുന്നതിൽ ചില ആളുകൾക്ക് ഒരു അസൂയുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രയാസമുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ആരെയൊന്നുമല്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, പാർട്ടിയിൽ ജയരാജൻ തിരിച്ച് സെക്രട്ടറിയായി വരണമെന്ന് പാർട്ടി സംസ്ഥാന സെൻട്രലിന് അഭിപ്രായം ഉണ്ടെങ്കിൽ സെക്രട്ടറിയായിട്ട് വരും. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ജയരാജൻ വരാൻ പാടില്ല. അതിനു മുമ്പ് ജയരാജൻ്റെ വകയിലൊരു വ്യക്തിപ്രഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില പാട്ടുകളൊക്കെ വന്നപ്പോൾ പാർട്ടി പറഞ്ഞ വ്യക്തിപ്രഭാവം രീതി പാർട്ടിക്ക് ചേർന്നല്ല എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാര്യത്തിൽ അതുണ്ടായോ? പിണറായി പാർട്ടിയുടെ പരമോന്നത നേതാവാണല്ലോ. പിണറായി എന്ന് പറഞ്ഞാൽ ഒരു പിണറായി ഉണ്ടാവുള്ളൂ, പല പിണറായി ഉണ്ടാവാൻ പാടില്ലല്ലോ. അതാണല്ലോ ചിന്തിക്കുന്നത്. പിണറായി ഒന്ന്, പലരും പിണറായി ആവാൻ നോക്കിയാൽ ഉണ്ടാവും. അതിൻ്റെ അതുകൊണ്ട് ജയരാജനെ ഈ രീതിയിൽ ഉയർന്നു വരുന്നതിൽ ചില ആളുകൾക്കെല്ലാം ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി ജയരാജൻ ഉണ്ടാകേണ്ട ഒരാളായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ആ രീതിയിൽ കണക്കാക്കുന്ന ഒരാളാണ്. കാരണം എനിക്കറിയാം, എനിക്ക് പാർട്ടിക്കകത്ത് വലിയ അവഗണന എനിക്ക് പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പക്ഷെ അതൊന്നും വെളിപ്പെടുത്തുകയോ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. പാർട്ടി എന്താണോ നിശ്ചയിക്കുന്നത് ആ നിശ്ചയിക്കുന്ന ജോലി ഏറ്റെടുത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ കാലം വരെ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മാത്രമാണ് അതിൽ നിന്ന് മാറിയിട്ടുള്ളത്. അപ്പോൾ പി ജയരാജന് ആ നിലക്കുള്ള കുറേ പരിഗണന കിട്ടേണ്ടതായിരുന്നു. അതിൽ ജയരാജൻ ആ നിലയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോകാൻ ജയരാജൻ അർഹനാണ്. എന്തുകൊണ്ടോ അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്നുള്ളൊരു വസ്തു. ഒരുപക്ഷെ MV ഗോവിന്ദന്റെ സ്ഥാനത്ത് പി ജയരാജനൊക്കെയാണ് സെക്രട്ടറി എങ്കിൽ ഈ ഗതികേട് പാർട്ടിക്ക് വരുമായിരുന്നു. അങ്ങനെ പറയാൻ കഴിയില്ല. അതിനൊന്നും ഞാൻ എന്താ പറയുക, പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സ്ഥാനമാണ്. കാരണം നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് CPMനെ സംബന്ധിച്ച് പാർട്ടി സെക്രട്ടറി പരമപ്രധാനമായ സ്ഥാനമാണ്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഒരു സെക്രട്ടറി ആവാനുള്ള ഒരു നല്ല കരുത്തുള്ള നേതാവ് നമ്മളെ CPMന് ഉണ്ടാവണം. ഇപ്പം അതില്ല എന്നുള്ളതൊരു വലിയ പോരായ്മ തന്നെയാണ്. ഒരു പിണറായിയെ പറയാനുള്ളൂ. പിണറായിക്ക് പ്രായമായി, ഇനി സെക്രട്ടറി ആവാൻ പറ്റുകയില്ല
അപ്പോൾ പാർട്ടിയുടെ ഒരു വല്ലാത്തൊരു ദാരിദ്ര്യം തന്നെയാണ് ഈ നേതൃസ്ഥാനത്ത്. അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കുമോ പി ജയരാജനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത്? അക്രമ രാഷ്ട്രീയത്തിൻ്റെ വിഷയത്തിൽ അക്രമ രാഷ്ട്രീയത്തെ പി ജയരാജൻ മാത്രം അതിൻ്റെ ആൾ. നമ്മൾ ഇപ്പോൾ ഒരുപാട് അക്രമത്തെ നേരിടേണ്ടി വന്ന പാർട്ടിയാണ് CPM. സ്വാഭാവികമായിട്ട് തിരിച്ചടികളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഒരു ഘട്ടത്തിൽ ഇത് പാർട്ടി ഗുണമല്ല എന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു. ഈ രീതി ശരിയല്ല. പാർട്ടിയിലൊക്കെ ചർച്ച ഉണ്ടായിട്ടുണ്ട്. ഈ രീതി ശരിയല്ല, അങ്ങനെയാണ് ഇനി ഇങ്ങോട്ട് അടിച്ചാലോ അങ്ങോട്ട് അടിക്കരുത് എന്ന് പാർട്ടി തീരുമാനിച്ചത്. പാർട്ടി ഇത് കണ്ണൂർ ജില്ലയിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി പിണറായി എന്നെ മുൻകൈ എടുത്തുകൊണ്ട് RSകാരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു സമാധാന അന്തരീക്ഷം കണ്ണൂർ വന്നില്ലേ? ആ സമാധാന അന്തരീക്ഷമാണ് കേരളത്തിലുടനീളം ഉണ്ടാവേണ്ടത്. അതിന് പകരം ഒരടിക്ക് രണ്ടടി എന്നുള്ളത് രീതിയല്ല എന്നുള്ളത് പാർട്ടി പിന്നീട് അംഗീകരിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് ആക്രമിച്ചാലും അങ്ങോട്ട് ആക്രമിക്കരുത് എന്ന് പാർട്ടി അണികൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പഠിച്ചൊരു പാടാ. അക്രമം കൊണ്ട് പാർട്ടിക്ക് ഗുണമല്ല. നിങ്ങൾ നോക്ക്, എത്ര കേസുകളാണ്, എത്ര ആളുകളാണ് ജയിലിൽ കിടക്കുന്നത്, എത്ര കുടുംബമാണ്. നിങ്ങൾ ഈ പാർട്ടിയിൽ എത്ര ആളുകൾ മരിച്ചു, അവരെ കുടുംബാനാഥായില്ലേ? എത്ര ആളുകൾ ഇപ്പോൾ ജയിലുണ്ട്, ജീവപര്യന്തം ശിക്ഷിച്ചിട്ടും ഒക്കെ തടവ് ശിക്ഷ അനുഭവിക്കുന്ന എത്ര ആളുകളുണ്ട്. എന്താ പാർട്ടിക്ക് കൊണ്ട് നേട്ടമുണ്ടായത്? അപ്പോൾ അതിപ്പോൾ ഒരു പുനഃപരിശോധന പാർട്ടി നടത്തിയിട്ടുണ്ട്. ആ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമാധാനം. തീർച്ചയായിട്ടും അതെ. പക്ഷേ അത് ഭരണങ്ങളിൽ 10 വർഷം ഭരണമുണ്ട്. ഇനിയിപ്പോൾ ഭരണമില്ല. ഇനി എന്താ ഇവർ തീരുമാനിക്കാൻ പോകുന്ന പറയാൻ കഴിയില്ല. ഈ പാർട്ടി തീരുമാനിച്ചത് തന്നെയാണോ ഈ അക്രമമൊക്കെ ഉണ്ടാവുന്നത്? ശരിക്കും തീരുമാനിച്ചിട്ടുണ്ടാവുന്നതല്ല ഈ ആക്രമണം. പക്ഷേ അതുപോലത്തെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടാവുന്നു. ആ സംഭവം ഉണ്ടായാൽ ആ സംഭവത്തെ എങ്ങനെ നേരിടണമെന്ന് സ്വാഭാവികമായിട്ട് അടുത്ത പാർട്ടി ആലോചിക്കുമല്ലോ. ചിലത് പ്രൊട്ടക്ഷൻ്റെ പ്രശ്നം ഉണ്ടാവും, ചിലത് തിരിച്ചടീൻ്റെ പ്രശ്നം ഉണ്ടാവും. അതൊക്കെ അതാത് സമയത്ത് പാർട്ടി ആലോചിച്ചുകൊണ്ടാണല്ലോ അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റും. മലപ്പട്ടത്തൊക്കെ കഴിഞ്ഞ മുമ്പത്തെ ഒരവസ്ഥയാണെങ്കിൽ കത്തേണ്ടതായിരുന്നു. TK ഒക്കെ ഇടപെട്ട് അത് ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം, ഗാന്ധി പ്രതിമയൊക്കെ ബന്ധപ്പെട്ട ആ വിഷയങ്ങളൊക്കെ ശരിക്കും അതൊക്കെ അക്രമം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിന്റെ ഭാഗം തന്നെയാണ്. തീർച്ചയായിട്ടും അത് അക്രമം ഗുണം ചെയ്യില്ല. മാത്രമല്ല അതിൻ്റെ പേരിൽ ഞാൻ മത്സരിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ പാർട്ടിക്കാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുഴപ്പമുണ്ടാക്കണ്ട. ഞാൻ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ചതുകൊണ്ട് ഇവിടെയുള്ള ഏതെങ്കിലും സഖാവിൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടാകുന്നതിന് ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഒരു കേസ് ഉണ്ടായാൽ അനുഭവം അറിയാം, ഒരു പാസ്പോർട്ട് ഉടനെ കിട്ടില്ല, ഒരു PSCക്ക് കിട്ടില്ല, ഇങ്ങനെ എല്ലാത്തിനും തടസ്സം ഉണ്ടാവും. അതുകൊണ്ട് അത്ര ഒരു അനുഭവം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് അത്ര കുഴപ്പത്തിൽ നിങ്ങൾ നിൽക്കരുത് എന്ന് ഞാൻ ഇവരോട് പറഞ്ഞു. എന്നിട്ടും ചില കാര്യങ്ങളൊക്കെ നോക്കി, പക്ഷേ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു കൂകലൊക്കെ ഉണ്ടായിട്ടില്ല. അത് പിന്നെ വലിയ പ്രശ്നമായിട്ടില്ല. പ്രതീക്ഷിച്ചത്ര ഒരു ഇല്ല ഉണ്ടായാലും അവർക്ക് അതിന് നഷ്ടം. TP ചന്ദ്രശേഖരന്റെ ആ ആഘാതത്തിൽ നിന്നും പാർട്ടി ഇപ്പോഴും മോചിതരായിട്ടില്ല. പാർട്ടി പഠിച്ചു എന്ന് തന്നെ നമുക്ക് കരുതാമോ? അത് വലിയൊരു സംഭവമാണ് TP ചന്ദ്രശേഖരന്റെ സംഭവം. ആ സംഭവം പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ട് ഡാമേജ് ചെറുതല്ല. ഇപ്പോൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പാർട്ടിൻ്റെ ആടെ ഉണ്ടായില്ല, ഒരു MLA ഉണ്ടായില്ലേ അവർക്ക്. ആ സംഭവം എന്ത് നേട്ടാ. വടകര പാർലമെന്റ്, വടകര നിയമസഭാ സീറ്റ് രണ്ടും പോയി. അവിടെ ഒരു പുതിയ പാർട്ടിക്ക് ജന്മം നൽകി. എന്ത് നേട്ടാ ആ പാർട്ടിക്ക് അതിനെ കൊണ്ടുണ്ടായിരുന്നു. അത് ആരറിഞ്ഞിട്ടാണ്? ഞങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് കോടിയേരിയാണെന്നുണ്ട്, നമുക്ക് പിന്നീട് വിഷയം ചർച്ച ചെയ്യാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം പാർട്ടിയുടെയെങ്കിലും ആസൂത്രണം ചെയ്ത് വന്നതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ആ സംഭവം പാർട്ടിക്ക് ഗുണം ചെയ്തില്ല. ആ സംഭവം പാർട്ടിക്ക് ഏറ്റവും വലിയ ഡാമേജ് ഉണ്ടായി. TP ചന്ദ്രശേഖരന്റെ മരണം അത് പാർട്ടി അറിഞ്ഞെടുത്തൊരു തീരുമാനമാണ്. കൊലപാതകം, അദ്ദേഹത്തെ ഇല്ലാതാക്കുക എന്നൊരു തീരുമാനം പാർട്ടി എടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അന്നേരം പാർട്ടി ഉണ്ടല്ലോ. അങ്ങനെ ഒരു പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടൊന്നും വന്നതല്ലത്. അത് മറ്റ് പല രീതി, അത് അങ്ങനെ ഇപ്പം പറയാൻ പറ്റില്ല. പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല. ഞങ്ങളൊക്കെ വളരെ രൂക്ഷമായി ചർച്ച ചെയ്ത കണ്ണൂർ ജില്ലാ കമ്മിറ്റി അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് അനുകൂലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് കാര്യമായി ചർച്ച ചെയ്യണം, ഇതിൻ്റെ ഉത്തരവാദിത്തക്കാരെന്ന് കണ്ടെത്തണം, പാർട്ടിയിലുള്ളവർക്ക് അറിവുണ്ടോന്ന് ഉള്ള കാര്യം പരിശോധിക്കണം എന്നൊക്കെ ഉൾപ്പെടെ പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പി ജയരാജൻ അടക്കം പി ജയരാജൻ ഒന്ന് ഇപ്പോൾ പാർട്ടിയിലുണ്ടല്ലോ, എല്ലാവരും അടക്കം. അപ്പോൾ അന്ന് കോടിയേരി എടുത്തൊരു നിലപാടുണ്ട്. കോടിയേരി പറഞ്ഞൊരു കാര്യം നമുക്കത് വിശദമായി പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാം പഴയ പാർട്ടിയെല്ലാം പത്രത്തിൽ പുസ്തകങ്ങളെല്ലാം കിട്ടുമല്ലോ. അപ്പോൾ അതെല്ലാം പിന്നെ നമ്മൾ കേസ് നടത്തിപ്പിനൊക്കെ ബാധിച്ചു വരും. അതുകൊണ്ട് ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ടതില്ല, പിന്നീട് ചർച്ച ചെയ്യാം എന്ന അഭിപ്രായം കോടിയേരി പറഞ്ഞു. പിന്നീട് പക്ഷേ ഒരിക്കലും ചർച്ച ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളെ സമീപകാലത്ത് CPM-ന് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ആഘാതമാണ്. അത് ഇപ്പോഴും പാർട്ടി നേതാക്കൾക്ക് പോലും അറിയില്ല ശരിക്കും എന്താണ് സംഭവിച്ചത്. ഇല്ല, കൃത്യമായിട്ട് അറിയില്ല.
അറിയുന്നവരുണ്ടാവാം ചിലപ്പോൾ. പക്ഷെ നമുക്ക് പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. മറ്റു ചിലരും പാർട്ടിയിൽപ്പെട്ടവരായി ടി.പി. അറിഞ്ഞിട്ടുണ്ടാവാം. ചന്ദ്രശേഖരൻ, അരിയിൽ ഷുക്കൂർ, ഈ കൊലപാതകങ്ങളൊക്കെ, ഷുഹൈബ്, ഈ കൊലപാതകങ്ങളൊക്കെ CPM ഈ അക്രമം ഇനി വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചിട്ടുണ്ട്. ശരി, ഷുക്കൂറിൻ്റെ എല്ലാം പിന്നെ ഒരു പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. കാരണം അതൊരു ആകസ്പേണ്ട ഒരു സംഭവം, അതിനകത്തുണ്ടായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ, അതിലുണ്ടായിട്ടുള്ള ഒരു സംഭവമായിട്ട് അതിനെ കാണാൻ പറ്റുള്ളൂ. അതൊന്നും പ്ലാൻ ചെയ്ത് അന്നുണ്ടായ ഒരു അതെ, അത് അവിടെയുള്ള ഒരു സംഭവം, ഒരു ഏറ്റുമുട്ടൽ, ഒരാക്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി, തിരിച്ചങ്ങോട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ ഉണ്ടായപ്പോൾ ഉണ്ടായുള്ള ഒരു സംഘർഷത്തിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമൊന്നുമല്ല. അല്ല, അങ്ങനെയൊന്നും വന്നതല്ല അത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറയാം. ഒരു ഗൂഢാലോചന ഭാഗമല്ല അത് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയും. ഈ കോടിയേരിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് MLA ആയതിനു ശേഷം കോടിയേരിയുടെ വീട്ടിലെത്തി വിനോദിനി ബാലകൃഷ്ണൻ ഹൃദ്യമായി സ്വീകരിച്ചു, കൂട്ടിക്കൊണ്ടുപോയി. അതിനെ MV ജയരാജൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്വസ്റ്റ്യൻ അവറിൽ പറഞ്ഞത് ഇങ്ങനെ ആനയിച്ചു കൊണ്ടുപോകേണ്ടിയിരുന്നില്ല TK ഗോവിന്ദനെ എന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവിടെ ശരിക്കും കോടിയേരി എന്നുള്ളത് ഇപ്പോഴും താങ്കളുടെ ഒരു താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം ഒരു അവസ്ഥ ഈ പാർട്ടിക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്ന്. കോടിയേരിൻ്റെ കുടുംബമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. അടുത്ത ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത. കോടിയേരി ഇവിടെ 1-2 ദിവസം ഇവിടെ വന്ന് നിന്ന അനുഭവം പോലും എനിക്കുണ്ട്. മനസ്സിലായില്ല, ഒരു ഘട്ടത്തിൽ. പിന്നെ അത്തരത്തിലുള്ള കുടുംബ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. കോടിയേരിൻ്റെ മോൻ ഡൽഹിയിൽ എൻ്റെ മരുവൻ്റെ കൂടെ നിന്ന് ഹിന്ദി പഠിച്ചു, അങ്ങനെയൊക്കെ ഉള്ള അത്രയും ബന്ധങ്ങളുള്ളവരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് പലരും വിനോദിനെ കാണാൻ പോയിനല്ലോ, ഞാൻ പോയിട്ടില്ല. തെരഞ്ഞെടുപ്പ് മുമ്പ് ഞാൻ പോയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കോടിയേരിൻ്റെ വീട്ടിൽ പോകുന്നത്. വേണമെങ്കിൽ ഒരു വൈകാരികത സൃഷ്ടിക്കാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് പോകാമായിരുന്നു. ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ഒന്ന് പോകാന്നുള്ള നിലക്ക് മാത്രം ഒന്ന് പോയതാണ്. പോയാൽ സ്വാഭാവികമായിട്ട് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ചും നമ്മൾ അത്രയും ഹൃദയബന്ധമുള്ള കുടുംബങ്ങൾ എന്നുള്ള നിലക്ക്, നമ്മുടെ കുടുംബക്കാരൻ, എൻ്റെ ഭാര്യയും മകനും ഒക്കെ ഉണ്ട്. അപ്പോൾ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കതൊരു സന്തോഷമായിരിക്കില്ലേ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് സ്വീകരിക്കില്ലേ. സ്വീകരിച്ച ആളത്തെ മ്യൂസിയം കാണുക എന്നുള്ളത് അവിടെ പോയാൽ ആർക്കും പിന്നെ കാണിക്കില്ലേ. ഇതൊക്കെ ഒരു സാമാന്യമായ രീതിയല്ലേ. അതിനൊക്കെ ജയരാജൻ ഇത്രയും ചീപ്പായി പറയുന്നത് ഒരു നേതാവിന് ചേർന്നതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇത്തരം ചില പരാമർശങ്ങൾക്ക് ജയരാജൻ നടത്തിയത് ഈ തെരഞ്ഞെടുപ്പിന് എനിക്ക് അനുകൂലമായി വരികയും ചെയ്തിട്ടുണ്ട്. ഒരു കഞ്ഞി കുടിച്ച കഥ, ഇതൊക്കെ ഇത്തരം പരാമർശങ്ങളിൽ എനിക്ക് ജയരാജനോട് അഭ്യർത്ഥിച്ചു, ജയരാജൻ കേൾക്കുന്നുണ്ടെങ്കിൽ ജയരാജനോട് എനിക്ക് അഭ്യർത്ഥിച്ചു, ജയരാജൻ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ആ ഒരു നിലവാരത്തിലേക്ക് ജയരാജൻ ഉയരണം. എനിക്ക് ജയരാജനോട് സ്നേഹമേ ഉള്ളൂ. അതുകൊണ്ട് ആ നിലവാര തകർച്ച ജയരാജൻ്റെ ഭാഗത്ത് ഉണ്ടാവരുത്. ഇതെല്ലാം ഒരു നിലവാര തകർച്ചയാണ്. ഞാൻ ഇന്ന് ഒരു MLA ആണ് എന്നുള്ളൊരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ CPM-കാർ ഇപ്പോൾ തയ്യാറാവണം. ബഹുഭൂരിപക്ഷം ജനങ്ങൾ, ഒരു ചെറിയ വോട്ടിൻ്റെ ഭൂരിപക്ഷമല്ല, 10-13,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തളിപ്പറമ്പ് പോലുള്ള പാർട്ടി കോട്ടയിൽ എന്നെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്ന വസ്തുത പാർട്ടി ഉൾക്കൊള്ളാൻ തയ്യാറാകണം. അങ്ങനെ വന്നാൽ ഇത്തരം പരാമർശങ്ങളൊന്നും നടത്തേണ്ടി വരില്ല. നമ്മൾ ഈ തളിപ്പറമ്പ് മണ്ഡലത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, മണ്ഡലത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കണം എന്നുള്ള കാര്യം കൃത്യമായി താങ്കൾക്കറിയാം. കാരണം താങ്കളുടെ ഒരു കർമ്മഭൂമിയാണ് ഈ മണ്ഡലം എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു സഫാരി പാർക്കിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വലിയ രീതിയിൽ ഇതാ തളിപ്പറമ്പ് അങ്ങ് മാറാൻ പോവുകയാണ്, സഫാരി പാർക്ക് വരുന്നു, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കുന്നുണ്ട്. സഫാരി പാർക്ക് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു പദ്ധതി തന്നെയാണ്. സഫാരി പാർക്ക് യാഥാർത്ഥ്യമാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൊരു കാര്യമുള്ളത് എന്താ വെച്ചാൽ, ഈ ഗവൺമെൻറ് ഇപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൻ്റെ ഒരു തുടർച്ചയാണ്. ചെറിയ മാറ്റങ്ങളേ വരുന്നുള്ളൂ. കഴിഞ്ഞ ഗവൺമെൻറ് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ച കാര്യങ്ങളൊക്കെ ഈ ഗവൺമെൻറ് നടപ്പിലാക്കും. ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടുണ്ട്. മുഖ്യമന്ത്രി ഞങ്ങളോടൊക്കെ പറഞ്ഞത്, മണ്ഡലത്തിൽ ഇന്ന് പിന്നെ LDF-ൻ്റെ കാലത്ത് അസമമായിട്ടുള്ള വികസനമാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ അത് മാറണം. അതുകൊണ്ട് നിലവിലുള്ള MLA-മാർ നിർദ്ദേശിച്ചാൽ ഇന്ന് നിലവിലുള്ള പദ്ധതി മാറ്റി പകരം പദ്ധതി MLA-മാർ നിർദ്ദേശിക്കുന്ന പദ്ധതി ഉൾക്കൊള്ളിക്കാം എന്നാണ് മുഖ്യമന്ത്രി ആദ്യം ഞങ്ങളോട് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ആദ്യം ഒരു ആലോചന നടക്കുമല്ലോ. അപ്പോൾ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്, ഏതൊക്കെ വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്ന് എഴുതി കൊടുത്താൽ മാറ്റി വേറെ നിലവിലുള്ള MLA നിർദ്ദേശിക്കുന്ന പദ്ധതി നമുക്ക് ഉൾപ്പെടുത്താം. അപ്പം ഞാൻ അങ്ങനെ പലരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പല MLA-മാർക്കും ആക്ഷേപമുണ്ട്, ചിലരെല്ലാം ഒഴിവാക്കിയിട്ട് ഉൾപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ പലതിലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിൽ, ഈ തളിപ്പിൻ്റെ കാര്യത്തിൽ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് നിലവിലുള്ളത് ഒന്നും തന്നെ മാറ്റാൻ പാടില്ല, ഒന്നും മാറ്റാൻ പാടില്ല, അതെല്ലാം തുടരണം. അതിന് പുറമെ ചില പുതിയ പദ്ധതികൾ തരണം. അപ്പോഴാണ് മുഖ്യമന്ത്രി ഒരു 10ഓളം പദ്ധതികൾ എല്ലാവരും പുതുതായിട്ട് എഴുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു.
പിന്നീട് അത് 20 വരെ ആയി. ഞാനൊരു 36 എഴുതി കൊടുത്തു. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, എല്ലാവരും ചിലതെല്ലാം കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒന്നും കട്ട് ചെയ്യാൻ പാടില്ല. തളിപ്പറമ്പിൽ ഇത് കട്ട് ചെയ്താൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ മുഖ്യമന്ത്രി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇന്ന് നിലവിലുള്ള എല്ലാം തുടരാൻ വേണ്ടി തീരുമാനിച്ചു. നിലവിലുള്ള എല്ലാം സഫാരി പാർക്ക് ഒരു ഘട്ടത്തിൽ വേണ്ടെന്നൊക്കെ വെച്ച് ഞാൻ ഇടപെട്ടു. അത് പറ്റില്ല, അത് ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. അന്ന് തന്നെ രാത്രി മന്ത്രി തന്നെ ജനീഷാണ് അതിൻ്റെ വകുപ്പ്. അപ്പോൾ ചെറിയ പയ്യൻ ചെറുപ്പക്കാരനാണ്. അപ്പോൾ വേണ്ടാ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് തിരിച്ച് എന്നെ വിളിച്ച് രാത്രി തന്നെ അവൻ പറയുകയും ചെയ്തു. അദ്ദേഹം പറയുകയും ചെയ്തു, ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സഫാരി പാർക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടി ഗോവിന്ദ മാസ്റ്ററുടെ കാലത്ത് ആരംഭിച്ചു എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ ഒരു കള്ളാസിലേ ഉള്ളൂ പലതും. അത് നടപ്പില്ല. വേണമെങ്കിൽ അതെല്ലാം വേണ്ടാന്ന് വെച്ച് വേറെ പുതിയ പദ്ധതി എനിക്ക് കൊടുക്കാം. പക്ഷെ അത് ഞാൻ പറ്റില്ല, ഇതെല്ലാം തുടരണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ LDFൻ്റെ ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ TK ഗോവിന്ദ മാസ്റ്റർക്ക് പുതിയ അതെല്ലാം പഴയ തന്നെയാണ്, എനിക്ക് വേണമെങ്കിൽ വേണ്ടാന്ന് നോക്കാം. ഇപ്പോൾ സഫാരി പാർക്കായാലും മറ്റെന്ത് പാർക്കായാലും ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനമാണ്, നിലവിലുള്ള MLAൻ്റെ വികസന പ്രവർത്തനമാണ്. ഇല്ലേ അത് അവസാനിപ്പിക്കാൻ വിചാരിച്ചാൽ അവസാനിപ്പിക്കാമല്ലോ. അപ്പോൾ അത് അവസാനിപ്പിക്കാതെ തുടർന്ന് പോകണം. ഈ 36 പദ്ധതികൾ ടോക്കൺ ഇതിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോക്കൺ വെച്ച് നീ പരിഹസിക്കുന്നവരുണ്ട്. ടോക്കണേ വെക്കുള്ളൂ ബഡ്ജറ്റിൽ. 36 പദ്ധതിക്ക് പിന്നെ ഈ മണ്ഡലത്തിൽ ടോക്കൺ വെച്ചിട്ടുണ്ട്. മയിൽ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ പിന്നെ ഇവിടെ 36 പദ്ധതികൾ വെച്ചിട്ടുണ്ട്. ആ പദ്ധതികൾ നടപ്പിലാക്കണം എൻ്റെ ലക്ഷ്യം. ഈ 36 പദ്ധതി 100 രൂപ ടോക്കൺ വെച്ചിട്ടുള്ള പദ്ധതി ബഡ്ജറ്റിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനിലേക്ക് കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എനിക്കുള്ളത്. നിലവിൽ തുടരുകയും വേണം. സഫാരി പാർക്ക് തുടരണം. പക്ഷേ സഫാരി പാർക്ക് നിന്ന് ഇങ്ങനെ പ്രസംഗിച്ച് നടന്നില്ലാണ്ട് വേറൊന്നും ആയിട്ടില്ല. അവിടെ ഒരു ആഫീസ് നോക്കിയിട്ട് ആഫീസിൻ്റെ വാടക വരെ കൊടുത്തിട്ടില്ല. എന്നിട്ട് ആഫീസ് പൂട്ടാൻ പോകുമായിരുന്നു കിൻഫ്ര പാർക്കിൽ. അപ്പോൾ ഞാൻ അവസാനം കിൻഫ്രേൻ്റെ MDനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ കൂട്ടരുത്, അത് തുടർന്ന് അത് തുടരുന്നത്, അതിന് വാടകയും കൂടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പല കാര്യങ്ങളും പ്രസംഗിച്ച് നടന്നേ ഉള്ളൂ മാഷ്. ഈ സഫാരി പാർക്കിൽ എന്തെങ്കിലും സ്വാർത്ഥമായ താല്പര്യങ്ങൾ ഉണ്ട് എന്ന് സംശയിക്കും? അല്ല, സഫാരി പാർക്ക് വന്നാൽ നാട്ടിന് ഗുണമുണ്ട്. സ്വാർത്ഥത ഉണ്ടാവുന്ന അതിൽ ഒരു പദ്ധതി വരുമ്പോൾ അതിന് എനിക്ക് പറയാനില്ല. നാട്ടിന് ഗുണമുണ്ട്. പിന്നീട് മാഷിന് ഇവിടെ ടീച്ചർ MLA ആയി സഫാരി പാർക്കും വന്ന് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ നടത്തിപ്പും പിന്നെ ആരായിരിക്കും പറയാനില്ലല്ലോ. അപ്പോൾ ആ താല്പര്യം ഉണ്ടാവും. പക്ഷേ ആ താല്പര്യം ഉണ്ടായി കഴിഞ്ഞാലും അത് നാടിന് ഗുണം ചെയ്യും. അതുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കും. UDFും പറഞ്ഞത് സഫാരി പാർക്ക് തുടർന്ന് നടപ്പിലാക്കണം എന്ന് തന്നെയാണ് UDFൻ്റെ അഭിപ്രായം.